بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് നമ്മുടെ ഉറക്കും നമ്മുടെ ജോലികളും നമ്മുടെ അലക്കലുകളും നമ്മുടെ വീട്ടിലെ പണികളും എല്ലാം പുണ്യകർമ്മങ്ങളാക്കി മാറ്റാൻ നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ സാധിക്കുന്നതാണ്. അതൊക്കെ പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുകയും ഹലാലാണെങ്കിലും നിയ്യത്ത് നന്നാക്കിയാൽ അത് പുണ്യകർമ്മമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ നിയ്യത്ത് നാം നന്നാക്കുകയാണെങ്കിൽ അതിലെല്ലാം ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം ലഭിക്കും. നിസ്കരിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ചെയ്യുന്ന ഹലാലായ കാര്യങ്ങൾ വരെ നാം നിയ്യത്ത് നന്നാക്കി ചെയ്യുകയാണെങ്കിൽ, ബിസ്മി ചെയ്ത് തുടങ്ങി നിയ്യത്ത് നന്നാക്കി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലാർഹമായ കാര്യമാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ വലത് ഏടിൽ പുണ്യകർമ്മമായി എഴുതപ്പെടുന്ന കാര്യമാക്കി മാറ്റാൻ കഴിയും. അതിന് ഞാൻ ഉദാഹരണമായി പറഞ്ഞത് ജോലി ചെയ്യുക എന്നതായിരുന്നു. ഇനി നമുക്ക് മറ്റു ചിലത് കൂടി പറയാം. ജോലി ചെയ്യുക എന്നത് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയും. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് പുണ്യകർമ്മമാവുക? ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ ശരീരം ആകെ തളരും, ആരോഗ്യമില്ലാതെ ആകും. അപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ സാധിക്കാതെ വരും, എനിക്ക് ദിക്റ് ചെല്ലാൻ സാധിക്കാതെ വരും, ജമാഅത്തിന് പോകാൻ സാധിക്കാതെ വരും, എനിക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കാതെ വരും, ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാതെ വരും, എന്റെ മക്കളെ വളർത്താനും ഹെൽപ്പ് ചെയ്യാനും സാധിക്കാതെ വരും. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വരും. എനിക്ക് ആരോഗ്യം വേണം, പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം വേണം, അതിന് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് കരുതിക്കൊണ്ടാണ് ഒരാൾ ഭക്ഷണം രാവിലെയും അല്ലെങ്കിൽ ആവശ്യ സമയത്ത് മിതമായ നിലക്ക് കഴിക്കുന്നതെങ്കിൽ, ആ ഭക്ഷണത്തിന്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ, നിയ്യത്ത് നന്നാക്കി ഇങ്ങനെ ഇബാദത്ത് ചെയ്യാനുള്ള ഖുവ്വത്തുണ്ടാവാനാണ്, ആരാധനകളും പുണ്യകർമ്മങ്ങളും ചെയ്യാനുള്ള ശക്തി ഉണ്ടാവാനാണെന്ന് കരുതിക്കൊണ്ട് കഴിച്ചാൽ അത് പുണ്യകർമ്മമാണ്. അതൊക്കെയായി അതുകൊണ്ടാണ് പറഞ്ഞത് വതകൂനു മുഖാത്തുൽ മുബാഹി ബിനിയത്തി മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഫസ്ഹുബിൽ ഇത്തിലാനി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഹലാലിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയും നിയ്യത്ത് നന്നാക്കിയാൽ. അപ്പം ഭക്ഷണം കഴിക്കൽ പുണ്യകർമ്മമാക്കി മാറ്റാം. ഭക്ഷണത്തിന്റെ ആദാബുകളൊക്കെ പാലിച്ച് ഭക്ഷണം കഴിക്കണം. അതുപോലെ നമ്മള് വീട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നെങ്കിലും ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ ജോലിക്ക് പോകുന്നത് മക്കളെ വളർത്താനും അവരൊക്കെ സംരക്ഷണം നൽകാനും അവർക്ക് വീടുണ്ടാക്കാനും ഒക്കെ ജോലിക്ക് പോകുന്നത് നിയ്യത്ത് നന്നാക്കിയാൽ പുണ്യകർമ്മമായി മാറുമെന്നും റസൂലുള്ളാഹി അത് ഫീ സബീലില്ല, അള്ളാന്റെ വഴിയിലാണ് അയാൾ പോകുന്നതെന്നും പറഞ്ഞത് നമ്മൾ വായിച്ചു. അതുപോലെ വീട്ടിലേക്ക് നാം അരി വാങ്ങിക്കൊണ്ടുവരുന്നു, അത് നമ്മുടെ മക്കളെ സഹായിക്കലാണ്, നമ്മുടെ ഭാര്യയെ സഹായിക്കലാണ്, നമ്മുടെ വീട്ടുകാരെ മാതാപിതാക്കളെ സഹായിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് പുണ്യകർമ്മമാണ്. നമ്മുടെ വീട്ടിലേക്ക് നാം ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? മക്കൾക്ക് സ്നേഹം നൽകാനാണ്, അവർക്ക് സന്തോഷിപ്പിക്കാനാണ്. എങ്കിൽ ആ വാങ്ങുന്നത് പുണ്യകർമ്മമാണ്. ഒരാൾക്കൊരു ഫ്രൂട്ട്സ് അന്യരാൾക്ക് വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വാങ്ങിക്കൊടുത്താൽ, പുറത്തുള്ള കുടുംബത്തിന് വാങ്ങിക്കൊടുത്താൽ അത് പുണ്യകർമ്മമല്ലേ? എങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്നതും പുണ്യകർമ്മമാണ്. ചിലപ്പോൾ നിർബന്ധമാണത്. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ മേലിൽ നിർബന്ധമാണ്. മക്കൾക്ക് ചെലവ് കൊടുക്കൽ ബാപ്പയുടെ മേലിൽ, രക്ഷിതാക്കളുടെ മേലിൽ നിർബന്ധമാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലി ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതുമാണ്. അപ്പൊ അവൻ ജോലിക്ക് പോകൽ അവന്റെ മേലിൽ നിർബന്ധമാണ്.
ഇങ്ങനെ കരുതിക്കൊണ്ടാകുമ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട് സ്ത്രീകള്, ചിലപ്പോൾ പുരുഷന്മാരും. അപ്പോൾ എന്ത് കരുതുക? സ്ത്രീകൾ കരുതേണ്ടത്, ഞാൻ ഈ ഭക്ഷണമുണ്ടാക്കുന്നത്, ഈ അരി വേവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പത്തിരി ചുടുന്നത് ഒരു പുണ്യകർമ്മമാണെന്ന നിലക്ക് ചിന്തിക്കണം. ഇത് എന്റെ വീട്ടിലുള്ള എന്റെ ഭർത്താവിന് ഭക്ഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഭക്ഷണം നൽകല് വേണ്ടതാണ്. അത് നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ അടുപ്പത്തേക്ക് പോകുന്നത്, ജോലി ചെയ്യുന്നത്, ഫ്രൂട്ട്സ് അരിയുന്നത്, ഉള്ളി അരിയുന്നത്. ഇങ്ങനെ നന്മയാണ്. അത് അവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവര് ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, രോഗികളാകും. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് സ്നേഹത്തിന് വേണ്ടിയും വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ മക്കളെ സഹായിച്ചാൽ, ഒരാൾ ഒരു അടിമയെ സഹായിച്ചാൽ, ഒരു വ്യക്തിയെ സഹായിച്ചാൽ, ഭർത്താവിനെ സഹായിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യയെ സഹായിച്ചാൽ, മാതാപിതാക്കളെ സഹായിച്ചാൽ, കുടുംബത്തെ സഹായിച്ചാൽ, അന്യനെ സഹായിച്ചാൽ, ആരെ സഹായിക്കുന്നതും അള്ളാഹു അവന് സഹായിയായി മാറുന്നതാണ്. അങ്ങനെ സഹായിക്കുന്നവന്റെ സഹായി അള്ളയായി മാറും. അപ്പോൾ അത് പുറത്തുള്ളവരെ സഹായിക്കൽ മാത്രമല്ല പുണ്യകർമ്മം, പുറത്തുള്ളവർക്ക് സ്വന്തന പ്രവർത്തനം ചെയ്യൽ മാത്രമല്ല, വീട്ടിൽ ഭാര്യ ഭർത്താവിനും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുണ്യമാണ്. പരസ്പരം ഹെൽപ്പ് ചെയ്യല് പുണ്യമാണ്, സഹായങ്ങൾ ചെയ്യല് പുണ്യമാണ്. കാരണം ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണമല്ലോ, ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം വേണമല്ലോ. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒരാൾ കൊടുക്കുന്നത് പുണ്യകരമാണെങ്കിൽ വീട്ടിൽ ചെലവഴിക്കുന്നതും പുണ്യം തന്നെ. അതുപോലെ വീട് ശുദ്ധിയാക്കുന്നു, വൃത്തിയാക്കുന്നു, അടിച്ചുവാരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീടിന്റെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കണം, അടിച്ചുവാരണമെന്ന്. അതുപോലെ ശുദ്ധിയാക്കണം, വൃത്തിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്തുകള് ചീത്ത വാസനയുള്ളെടുത്ത് അടുക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വാസന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കൽ ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ, അവിടെ നന്നാക്കിയാൽ അത് പുണ്യകർമ്മമാണ്. അതുപോലെ വസ്ത്രം അലക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സ്വന്തം വസ്ത്രമാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാകാൻ പാടില്ല എന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അതുപോലെ നിസ്കരിക്കുമ്പോൾ ശുദ്ധിയുള്ള വസ്ത്രം ഇട്ട് നിസ്കരിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ഔറത്ത് മറക്കണം, അതുപോലെ നല്ല വസ്ത്രം ധരിക്കണം, അതിന് വൃത്തി വേണം. അതുകൊണ്ട് വസ്ത്രം അലക്കുന്നു. അതുപോലെ മക്കളുടെ വസ്ത്രം അലക്കിക്കൊടുക്കുന്നു, അവരെ സഹായിക്കലാണ്. അവരെ നിസ്കരിക്കുമ്പോൾ അവർക്ക് വൃത്തിയാക്കി കൊടുക്കലാണ്. ഇങ്ങനെ കരുതിക്കൊണ്ട് വിസ്മി ചൊല്ലിക്കൊണ്ട് ഒരു പുണ്യകർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ചെയ്താൽ, ഇങ്ങനെ നീയത്ത് നന്നാക്കിക്കൊണ്ട് ചെയ്താൽ, അലക്കുന്നതും അവിടെ സോപ്പ് തേക്കുന്നതും എല്ലാം പുണ്യകർമ്മമായി മാറും. പക്ഷെ അവിടെ എല്ലാവരും ചെയ്യേണ്ട, നാട്ടുകാരൊക്കെ നമ്മളും ചെയ്യാണ്, അന്നലക്കാകരുത്. മറിച്ച് അതൊരു നന്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യലാണ്. ഇസ്ലാം പഠിപ്പിച്ചതാണ്, നബിതങ്ങൾ നമ്മോട് കൽപ്പിച്ചതാണ്. അത്തരം വൃത്തിയാക്കലൊക്കെ നടത്തണമെന്ന്, വൃത്തിയിൽ നടക്കണമെന്ന്, ശുദ്ധിയാക്കണമെന്ന് കൽപ്പിച്ചത് കൊണ്ടും ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് ചെയ്താൽ, നബിതങ്ങൾ കൽപ്പിച്ചതിന് വേണ്ടി ചെയ്താൽ, അതൊരു പുണ്യമാണെന്ന് മനസ്സിലാക്കി ചെയ്താൽ, നിയ്യത്ത് നന്നാക്കി ചെയ്താൽ അവൻക്ക് ആ ചെയ്യുന്നത് ഒരു ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഇനി എന്താണ് ചെയ്യുന്നത്? ഏത് പ്രവൃത്തി അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ചാല്, നമ്മള് ഒരു മരം നടുന്നു, അത് പുണ്യകർമ്മമാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ ഒരു പുരുഷൻ ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്തു, വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുത്താൽ അത് പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ വീട്ടുകാർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങ് ക്ഷീണമാകും, തളർച്ചയാകും. ഉറങ്ങിയാലോ നല്ല ഉഷാറ് കിട്ടും. അപ്പൊ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കും മറ്റു നന്മകൾക്കൊക്കെ ഒരു ഉഷാറ് കിട്ടണമെങ്കിൽ
ജീവിതത്തിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ അല്ലാഹു നിശ്ചയിച്ചതാണല്ലോ ഉറക്ക്. അപ്പോൾ ഞാൻ അല്പം ഉറങ്ങട്ടെ എന്ന് മനസ്സിലാക്കി എനിക്ക് ഖുർആൻ ഓതാൻ ഉറക്ക് വരാതിരിക്കണം, നിസ്കരിക്കുമ്പോൾ ഉറക്ക് വരാതിരിക്കണം, എന്റെ ആരോഗ്യം നിലനിർത്താം, എനിക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം എന്ന് മനസ്സിലാക്കി ഉറങ്ങുകയാണെങ്കിൽ, അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഉറക്കിന്റെ ആദാബുകളൊക്കെ പാലിച്ച് ഉറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ബിസ്മി ചൊല്ലിയൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ഇങ്ങനെ നാം മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. പരസ്പരം സഹായിക്കലാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു, ഉമ്മ മക്കളെ സഹായിക്കുന്നു, മക്കള് ഉമ്മയെ സഹായിക്കുന്നു, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാര് സഹോദരിയെ സഹായിക്കുന്നു, സഹോദരി സഹോദരനെ സഹായിക്കുന്നു, 100 രൂപ കൊടുത്ത് സഹായിക്കുന്നു, ചിലപ്പോൾ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് സഹായിക്കുന്നു. ഒരു വീട്ടില് ഒരാൾ ഇങ്ങനെ പണിയെടുക്കുന്നു, അപ്പൊ മറ്റാൾ വന്ന് അപ്പൊ അയാൾ സഹായിച്ചു കൊടുത്തു. ആ സഹായിച്ചു കൊടുക്കല് പുണ്യകർമ്മമാണ്. അപ്പൊ മറ്റൊരാളെ സഹായിക്കുക എന്നത് തന്നെ പുണ്യകർമ്മമല്ല. ഒരാളുടെ പ്രയാസപ്പെടുന്നു, അയാൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ആ പ്രയാസപ്പെട്ടപ്പോൾ ആ ജോലിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുത്തു. ഒരാളുടെ പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അവന്റെ പ്രയാസം അല്ലാഹു ഖിയാമത്ത് നാളിൽ നീക്കിക്കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടിങ്ങോട്ടൊക്കെ എപ്പോഴും സഹായിക്കുക, പ്രവർത്തിക്കുക, സഹകരിക്കുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ പരസ്പരം നാം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുക. ഒരു പുണ്യകർമ്മമാണ്. എന്റെ സഹോദരനെ, എന്റെ സഹോദരിയെ ഞാൻ സഹായിക്കുകയാണ്, എന്റെ മക്കളെ ഞാൻ സഹായിക്കുകയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കൽ കൊണ്ട്, ഈ വൃത്തിയാക്കൽ കൊണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് എന്നൊക്കെ ഓരോന്നിനും ഓരോ നന്മകൾ ഉണ്ടാവൂല. ആ നന്മകള് അത് മനസ്സിലാക്കി എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടുണ്ടാക്കിയാല് ആ വീട് എന്റെ മക്കൾക്ക് വേണ്ടി, മക്കളെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനു വേണ്ടിയാണ് വീടുണ്ടാക്കുന്നത് കരുതി വീടുണ്ടാക്കുന്നത് വരെ പുണ്യകർമ്മമായി മാറും. അതൊക്കെ പ്രതിഫലം ലഭിക്കുന്നതായി മാറും. അതിനുവേണ്ടി ഓടുന്നതും മണ്ടുന്നതും പ്രവർത്തിക്കുന്നതും പൈസ ഉണ്ടാകാൻ അധ്വാനിക്കുന്നതും ഒക്കെ പുണ്യകർമ്മമാകും എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ പുണ്യകർമ്മമാക്കിയാൽ പരലോകത്ത് വരുമ്പോൾ അതൊക്കെ ഒരു ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ നിയ്യത്ത് നന്നാക്കാതെ, നിയ്യത്ത് വെക്കാതെ ചെയ്താലോ സീറോയായി മാറും. അപ്പോ നിസ്കാരം നോമ്പും മാത്രമല്ല പുണ്യകർമ്മം, ഇതൊക്കെ പുണ്യകർമ്മമാണ്. നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കണം, സുന്നത്തുകൾ ചെയ്യണം, അള്ളാഹുലേക്ക് എപ്പോഴും അടങ്ങണം, ദിക്റുകൾ എപ്പോഴും നിത്യമാക്കണം. അതോടുകൂടെ ഇത്തരം കാര്യങ്ങളിൽ നിയ്യത്ത് നന്നാക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.